നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം പ്ലെയർ ആണ്. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു ദിവസം ഉണ്ടായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഈ ട്രെൻഡ് എങ്ങനെയാണ്, ഈ ട്രെൻഡ് നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് വരും ദിവസം എക്സ്പയറിയിൽ നമുക്ക് മാനേജ് ചെയ്യേണ്ടത്, അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ച് നമുക്ക് നോക്കാം. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ സംഭവിച്ചു നോക്കുന്നത് ഓരോ ദിവസവും സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസത്തെ മാർക്കറ്റ് സിറ്റുവേഷനിലും പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദിവസത്തെ മാർക്കറ്റ് സിറ്റുവേഷനിലും മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റും നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് നോക്കുക. നമ്മൾ റെസിസ്റ്റൻസും സപ്പോർട്ടും നൽകിയിരുന്നു. സപ്പോർട്ട് നൽകിയിരുന്നത് 24,685 റെസിസ്റ്റൻസ് കുറച്ച് അകലെയാണ് നൽകിയിരുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലല്ല, ഓൾമോസ്റ്റ് വീഡിയോസിലൊക്കെ പറയുന്നതാണ്, സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൊമെന്റം കിട്ടില്ല, മാർക്കറ്റിൽ മൊമെന്റം കിട്ടില്ല, നിങ്ങൾക്ക് മൂവ്മെന്റ് കിട്ടില്ല. അപ്പൊ ഇന്നത്തെ ട്രേഡ് ചെയ്തവർക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചു കാണില്ല, മൊമെന്റം മാർക്കറ്റിൽ കിട്ടി കാണില്ല. കാരണം റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തതാണ് എപ്പോഴും നല്ലൊരു എൻട്രികൾ എപ്പോഴും വരുന്നത്. റൈറ്റ് മൊമെന്റം എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്താണ്. പല വീഡിയോയിലും വിശദീകരിക്കുന്നതാണ്. പക്ഷെ അറിയാത്തവർക്ക് വീണ്ടും കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറഞ്ഞു തരുന്നതാണ്. എപ്പോഴും റൈറ്റ് എൻട്രി, എപ്പോഴും റൈറ്റ് സപ്പോർട്ടോ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഒരു ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ നിഫ്റ്റിയുടെ ഒരു ലോങ് ടൈം വ്യൂയിലുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ലോങ് ടൈം വ്യൂയിലുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ ആയിട്ട് നിലനിൽക്കുന്നത്. നമ്മൾ പറഞ്ഞു ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യത, സപ്പോർട്ട് കുറച്ച് താഴെയാണ്. 24,600-500 ആ ഒരു റേഞ്ചിലാണ് ഇനി സപ്പോർട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് ഇനി ലോവർ ലെവലിലേക്ക് താഴത്തേക്ക് സ്പേസ് ഉണ്ട്, താഴത്തേക്ക് വരാനുള്ള ഒരു സ്പേസ് കാണുന്നുണ്ട്. കാരണം ഈ ഒരു ലെവലിൽ നിന്നാണ് ബയേഴ്സ് കൂടുതൽ അഗ്രസീവായിട്ട് ആക്റ്റീവ് ആകുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഹയർ ലെവലിൽ ഇവിടെ നിന്ന് ഫാളിനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിങ്, കഴിഞ്ഞ ആഴ്ചയിലെ ക്ലോസിങ് ഒക്കെ അനുസരിച്ച് നിഫ്റ്റിക്കായാലും ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിനും ഈ ഒരു ലോവർ ലെവലിൽ നിന്ന് ബൗൺസിനാണ് സാധ്യത. നിഫ്റ്റി ഇപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ ഇൻ കേസ് ലോവർ ലെവൽ ഈ ഒരു ലോവർ എടുത്ത് ടെസ്റ്റ് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ലെവല് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. കാരണം മാർക്കറ്റിൽ ഒരു ഹൈ പ്രീമിയമാണ്, ഓപ്ഷൻസിലൊക്കെ ഹൈ പ്രീമിയത്തിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഏതൊക്കെയാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. നമുക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസ് കാണുന്നത് 24,850 ആണ്, 24,850. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു 850 താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്, മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 840 താഴെ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഉണ്ട് 24,905 റെസിസ്റ്റൻസ് ആണ്. 905 അടുത്ത് നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുക. 850 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ കൂടുതൽ വീക്ക്നെസ് ആണ്. നമ്മൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ എടുത്തു പറയുന്നത് കാരണം ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ഏരിയകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഏരിയയിൽ നിന്ന് താഴത്തേക്ക് വരാനാണ് കൂടുതൽ ചാൻസ്. പക്ഷെ മനസ്സിലാക്കേണ്ട, ഇപ്പോഴും റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോഴല്ല ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസിന്റെ താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഹയർ ലെവലിലേക്ക് ഈ ലെവലിലൊക്കെ തൊട്ടടുത്ത് റെസിസ്റ്റൻസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന കുറച്ച് റിസ്ക് ആവും. റിസ്ക് ആയാലും നമുക്ക് മനസ്സിലാക്കേണ്ട, റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാനിൽ മാത്രം സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് ലോവർ ലെവലിൽ നല്ല സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. സപ്പോർട്ട് ഇന്നത്തെ ലോവർ സപ്പോർട്ടാണ് 24,735. ഈ ഒരു ലെവലിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിലും കുറച്ച് ബുദ്ധിമുട്ടാണ് ട്രേഡ് ചെയ്യാനായിട്ട്. കാരണം ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താലും 24,685 സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് എക്സ്പയറിയിൽ ഏറ്റവും സേഫ്, സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും. പക്ഷെ ഓപ്പൺ ചെയ്യുന്നത് 24,685 ബ്രേക്ക് ചെയ്തിട്ടാണ്, സപ്പോർട്ടിന്റെ ഒരു താഴെയാണ്. സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ മാർക്കറ്റിൽ ക്വിക്കായിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ കിട്ടും. ലോവർ ലെവലുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്
പിന്നെ കുറച്ചധികം വീക്ക്നെസ് ആണ്. 24,595 സപ്പോർട്ട് ഉണ്ട്. മൈനർ ആയിട്ടുള്ള സപ്പോർട്ടാണ്. കുറച്ച് നല്ല സപ്പോർട്ടുകൾ വരുന്നത് പിന്നെ 500ന്റെ അടുത്താണ്. 24,500. ഇൻ കേസ് 500ന്റെ താഴെ പോയാലും 510ന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. ഈ ലെവലിൽ പിന്നെ 495, 24,495ന്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. പക്ഷേ ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഒരു ലെവലിൽ ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണം. നിങ്ങൾക്ക് ഈ ലെവല് ഇൻ കേസ് മാർക്കറ്റ് വരുന്ന ഒരു സമയത്ത് അത് മനസ്സിലാവും, അത് ഫീൽ ചെയ്യും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്. ഓക്കെ, 24,465. 24,465 സപ്പോർട്ട്. അതുപോലെ തന്നെ 24,440. 24,440 വിട്ടാൽ പിന്നെ സപ്പോർട്ട് ഇല്ല. 440 വിട്ട് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ദിവസത്തെ അപ്ഡേറ്റ് ആണ് പറയുന്നത്, ഫ്രീ ഫാളിനാണ് സാധ്യത വരുന്നത്. അപ്പോൾ ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴെയുള്ള ഓപ്പണിംഗ് ആണ് മാർക്കറ്റിലെ വലിയൊരു ഫാളിനുള്ള സാധ്യത. ഈ റേഞ്ചിലൊക്കെ ആണെങ്കിൽ നിഫ്റ്റി ബൗൺസ് ചെയ്യാനാണ് ശ്രമിക്കുക. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് തൊട്ടടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഈ ലെവലൊക്കെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സപ്പോർട്ട് എടുത്തുനിന്ന് തീരുമാനം എടുക്കുക. സപ്പോർട്ട് എടുത്തു വന്ന് ഇത് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുമ്പോൾ ബൈക്ക് മാത്രം, ഈ ഒരു ലെവൽ ബൈക്ക് മാത്രം ഇമ്പോർട്ടൻസ് നൽകുക. റെസിസ്റ്റൻസിന് താഴെ നിൽക്കുമ്പോൾ ഷോർട്ട് സെല്ലിന് മാത്രം ഇമ്പോർട്ടൻസ് നൽകുക. റെസിസ്റ്റൻസ് ഏതാണ്, സപ്പോർട്ട് ഏതാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്ത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 24,730 താഴെയാണെങ്കിൽ ചെറിയ ടൈമിൽ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. സെയിം ക്യാനിൽ തന്നെ 24,685 കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വീക്ക്നെസ് ആണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് മാർക്കറ്റ് ഫ്ലോയില് പോകും. അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ ശേഷം ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് ട്രെൻഡിൽ മാനേജ് ചെയ്യുക. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.